മെലഡി ഇത്ര ചോക്ലേറ്റി ക്യൂ ഹേ, അതായത് മെലഡി ഇത്രയ്ക്ക് ചോക്ലേറ്റി ആയത് എന്തുകൊണ്ട്? ഈ പരസ്യം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റർമാർ ചോദിച്ചത് മറ്റൊന്നാണ്. ഒരു പാക്കറ്റ് മെലഡി മിഠായി കാരണം ഒരു കമ്പനിയുടെ ഷെയർ വില എങ്ങനെ 5% അപ്പർ സർക്യൂട്ട് അടിച്ചു? കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, പക്ഷേ സോഷ്യൽ മീഡിയയിലെ ഒരു വൈറൽ വീഡിയോ കണ്ട് ആളുകൾ മാറി മാറി ഷെയർ വാങ്ങിക്കൂട്ടിയ ഒരു വലിയ അബദ്ധത്തിന്റെ കഥയാണിത്. Prime Minister Modi brought us a gift, a very, very good toffee. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഇറ്റാലിയൻ സന്ദർശനത്തിനിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്ക് ഒരു പാക്കറ്റ് പാർലെ മെലഡി ടോഫി സമ്മാനമായി നൽകി. സോഷ്യൽ മീഡിയയിൽ മെലോഡി എന്ന ഹാഷ്ടാഗ് എത്രത്തോളം തരംഗമാണെന്ന് നമുക്കറിയാം. അത് മറ്റൊരു കഥ. മെലോണി തന്നെ ഈ വീഡിയോ പങ്കുവെച്ചതോടെ സംഗതി നിമിഷങ്ങൾക്കകം ആഗോളതലത്തിൽ വൈറലായി. ഇവിടെയാണ് കഥയിലെ ആദ്യത്തെ ട്വിസ്റ്റ്. ഈ വീഡിയോ വൈറലായതോടെ ഷെയർ മാർക്കറ്റിലെ ചില റീറ്റെയിൽ നിക്ഷേപകർ ചിന്തിച്ചത് ഇനി മെലഡിയുടെ കാലമാണെന്നാണ്. പാർലെയുടെ ഷെയർ വാങ്ങാൻ പറ്റിയ അവസരം. അവർ നേരെ പോയി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പാർലെ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ ഷെയറുകൾ കൂട്ടത്തോടെ വാങ്ങിക്കൂട്ടി. ഫലം, ആ കമ്പനിയുടെ ഓഹരി വില ഒറ്റയടിക്ക് 5% ഉയർന്ന് അപ്പർ സർക്യൂട്ടിലായി. സത്യത്തിൽ നമ്മൾ കഴിക്കുന്ന മെലഡി മിഠായിയും പാർലേജി ബിസ്ക്കറ്റും എല്ലാം ഉണ്ടാക്കുന്നത് പാർലെ പ്രൊഡക്ട്സ് എന്ന ഈ കമ്പനിയാണ്. മുംബൈയിലെ വിലേ പാർലയിലാണ് കമ്പനിയുടെ ആസ്ഥാനമുള്ളത്. പ്രധാന കാര്യം എന്തെന്നാൽ ഈ കമ്പനി ഇന്നേ വരെ ഇന്ത്യയിലെ ഒരു ഓഹരി വിപണിയിലും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. എന്നാൽ ആളുകൾ അബദ്ധത്തിൽ വാങ്ങിക്കൂട്ടിയ പാർലെ ഇൻഡസ്ട്രീസിന് ഈ മിഠായിയുമായി യാതൊരു ബന്ധവുമില്ല. ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ്, പേപ്പർ റീസൈക്ലിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കമ്പനിയാണിത്. വെറും പേരിന്റെ സാദൃശ്യം കണ്ട് ആളുകൾ ലക്ഷക്കണക്കിന് ഷെയറുകളാണ് അവിടെ ട്രേഡ് ചെയ്തത്. ഒരു ബ്രാൻഡ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ കൃത്യമായ അന്വേഷണം നടത്താതെ ചാടി വീണ് ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഇതിനെ മാർക്കറ്റിൽ ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അല്ലെങ്കിൽ പേരിൻ്റെ ആശയക്കുഴപ്പം, കേസ് ഓഫ് മിസ്റ്റേക്കൺ ഐഡന്റിറ്റി എന്ന് വിളിക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ കണ്ട് പണം മുടക്കുന്നതിന് മുൻപ് നിങ്ങൾ പണം മുടക്കുന്ന കമ്പനി ഏതാണെന്ന് കൃത്യമായി റിസർച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ മെലഡി ചോക്ലേറ്റ് പോലെ നിങ്ങളുടെ പണവും അലിഞ്ഞു പോയേക്കാം.